ഗോകർണയിൽ 18 ദിവസം നീണ്ടു നിന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പരിപ്പിളക്കിയ ഫസ്റ്റ് ഷെഡ്യൂൾ. വെൽക്കം ടു എപ്പിസോഡ് 9 ഓഫ് ഫാർ മൈ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫീച്ചർ ഫിലിം. അങ്ങനെ ലൈറ്റ് എക്യുപ്മെൻസും സൗണ്ട് എക്യുപ്മെൻസും ഒക്കെ മോഷണം പോയിൻ്റെ സങ്കടത്തിൽ ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഇതില്ലാതെ എങ്ങനെ നമുക്ക് ഷൂട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ദിവസത്തെ ഞങ്ങളുടെ ചർച്ച. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സീൻ ചെയ്യുന്നത് ഗോകർണയിലേക്ക് 2 സുഹൃത്തുക്കൾ അറൈവ് ചെയ്യുന്നതും അതുപോലെ ഐറീന എന്ന് പറഞ്ഞ ഫോറിനറിനെ ഒരു ക്യാമ്പ് ഫയറിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്യാമ്പ് ഫയർ രംഗം ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ലൈറ്റ് ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ ലൈറ്റ് പോയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവരും കൂടി ചേർന്ന് അവിടുത്തെ കുറച്ച് ചുള്ളിക്കമ്പുകളും ഓലമടലൊക്കെ വെട്ടി അത് ലൈറ്റ് ചെയ്ത് തീ കൊളുത്തി പന്തൊക്കെ പോലെ സെറ്റ് ചെയ്ത് ഫ്രെയിമിൻ്റെ പുറത്തുനിന്ന് ലൈറ്റപ്പ് ചെയ്താണ് ആ സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ സിനിമയിൽ കാണുമ്പോൾ വളരെ നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇറ്റ്സ് വെരി സോൾഫുൾ മെമ്മറി പേഴ്സണലി ഫോർ മീ. അതുപോലെ തന്നെ ഡേ ഫോർ നൈറ്റ് ഒരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നു ഐറീനയുടെ. അന്ന് ഐറീനയ്ക്ക് വളരെ ഒരു മൈഗ്രെയിൻ്റെ പീക്ക് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഐറീന ഇഫ് യു വോണ്ട് നമുക്ക് ഷൂട്ട് പോസ്റ്റ്പോൺ ചെയ്യാമെന്ന്. അപ്പം അന്ന് പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്നെ ഇപ്പോഴും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിക്കാരി പറഞ്ഞത് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ടു മേക്ക് മീ ഡു മൈ വർക്ക്. അപ്പോൾ യു മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി. ബാക്കിയുള്ള എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം ഐ വിൽ മാനേജ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെ ഉള്ള ഒരു ഉച്ചയ്ക്ക് സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 hours ഒരു എക്സ്ട്രീം ഹീറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. കംപ്ലീറ്റ് ബേൺ ഔട്ടായ ഒരു സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ സ്ട്രൈക്കിംഗ് മെമ്മറീസാണ് ഫിലിമിൻ്റെ. അതുപോലെ ഈ ക്രൂ മെമ്പേഴ്സ് 7 പേരുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഐറീനയും അതുപോലെ അഭിനവും എല്ലാവരും ആക്ടേഴ്സും ക്രൂവും എല്ലാവരും ഒരുമിച്ച് സാധനങ്ങൾ ക്യാരി ചെയ്യുന്നു. ഗോകർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഹിൽസ് കഴിഞ്ഞ് ഒരു ബീച്ച്, അത് കഴിഞ്ഞ് പിന്നെ 2 ഹിൽസ് കഴിഞ്ഞ് ഒരു ബീച്ച്. അപ്പോൾ ഇതിലൂടെ 2 ക്യാരക്ടേഴ്സ് ട്രക്ക് ചെയ്ത് പോകുന്നതാണ് സ്റ്റോറി, ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ സ്റ്റോറി, കെവിനും ഐറീനയും. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം ക്യാരി ചെയ്ത് പോകണം. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്യാരി ചെയ്യുമ്പോൾ ഈവൻ ഐറീന ഞങ്ങളുടെ കൂടെ തന്നെ, ഞങ്ങൾ ക്രൂ പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ 3 weeks ഇപ്പോഴും വളരെ ഒരു മെമ്മറി ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ആൻഡ് ഈവനിങ്സിലൊക്കെ ഗോകർണയിലുള്ള ലോക്കൽസായിട്ടും അവിടുത്തെ ടൂറിസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, പാട്ടുകളൊക്കെ പാടുന്നു, ഫുഡൊക്കെ കഴിച്ച് വളരെ നല്ലൊരു ടൈം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമുക്കും ഗോകർണയെ വളരെ അടുത്തറിയാൻ പറ്റിയൊരു ടൈമായിരുന്നു ആ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ.